ഹായ് ഓൾ, ടെക്നിക്കൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഞാൻ ഇനി പറയാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രധാനമായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, അതുപോലെ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിനാണ്. മെക്കാനിക്കൽ ബി ടെക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക, ISROയിൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാനുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, ഇതൊരു ടെമ്പററി വേക്കൻസി ആണ്. പക്ഷേ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ടെമ്പററി ആണ്, ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ടേം അവരത് പറയുന്നുണ്ട്. അപ്പൊ ടെമ്പററി ആണെങ്കിലും കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ടെക്നിക്കൽ എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ ആലോചിക്കുക, ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും ഒരിക്കലും മിസ്സാക്കരുത്. നമ്മളത് അപ്ലൈ ചെയ്യണം, ആ ഒരു എക്സാം എഴുതണം, അതിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടണം. മറ്റ് ടെക്നിക്കൽ എക്സാമുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവിടെ ഇട്ടൊരു എഫേർട്ട് ചിലപ്പോൾ ഈ ഒരു എക്സാമിനായിരിക്കും നമുക്ക് പ്രയോജനം വരുന്നത്. SSC, JEE അല്ലെ RRB, JEE പോലുള്ള എക്സാമുകളൊക്കെ എഴുതിയവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന ഒരു സിലബസ് ആണ് ഇതെന്നുള്ളത് ഓർക്കുക. അല്ലാത്തവർക്കും കുഴപ്പമില്ല, കാര്യം ടെക്നിക്കലും നോൺ ടെക്കും കമ്പൈൻ ചെയ്തുള്ള ഒരു സിലബസ് ആയിരിക്കും നമുക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, അതെന്തായാലും നമുക്ക് വഴിയെ നോക്കാം. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ നമുക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ISROയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾ നോക്കുക, ബൈലിംഗൽ അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു PDF ഉണ്ട്. അപ്പോൾ ആ PDF ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ എക്സാമിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുള്ളൂ. പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ ആ കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക വേണം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും ഏതൊക്കെ പോസ്റ്റുകളാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പോസ്റ്റ് കോഡ് B001, നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് കോഡ് ഏതാണ്? B001 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് 113 വേക്കൻസീസ് ആണ്. 113 വേക്കൻസീസ് ഉണ്ട്. എല്ലാ സെന്ററുകളിലേയും കൂടെ വേക്കൻസിയാണ്. ഇപ്പം BSSC ട്രിവാൻഡ്രം അല്ലെങ്കിൽ ബംഗളൂരുള്ള സെന്റർ, ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വേക്കൻസി കൂടെ പറയുന്നത്. 113 വേക്കൻസി എന്നാലും ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം BE അല്ലെങ്കിൽ BTech ആണ് അല്ലേ. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 65% മാർക്ക് മിനിമം വേണം. അതല്ലെങ്കിൽ CGPA 6.84 ഔട്ട് ഓഫ് 10 വേണം. CGPA 6.84 ഉള്ളവർക്കോ അല്ലെങ്കിൽ 65% അഗ്രിഗേറ്റ് പെർസെന്റേജ് ഉള്ളവർക്കോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള കാര്യമാണ് മറ്റൊരു കാര്യം. അതുപോലെ B002 പോസ്റ്റ് കോഡ് വരുന്നത് സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ മെക്കാനിക്കലുകാർക്കാണ്. 160 വേക്കൻസീസ് ആണ് എല്ലാ സെന്റേഴ്സിലൂടെ വരുന്നത്. ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിഫിക്കേഷൻ ആണ് BE BTech, 65% മാർക്ക് അല്ലെങ്കിൽ 6.84 ഔട്ട് ഓഫ് 10 CGPA വേണം. അതുപോലെ B003 കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ളതാണ്. 44 വേക്കൻസിയാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ BE BTech ക്വാളിഫിക്കേഷൻ തന്നെയാണ്. 65% മാർക്ക് അവിടെ വേണം. അതല്ലെങ്കിൽ 6.84 CGPA വേണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 പോസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലിവിടെ പറയുന്നത് ഗ്രാജുവേഷൻ ഷുഡ് ഹാവ് ബീൻ കംപ്ലീറ്റഡ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ് ആസ് പ്രിസ്ക്രൈബ്. ആ ഒരു സമയത്തിന് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരിക്കണം. 4 years ആണെങ്കിൽ അതിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കാൻഡിഡേറ്റ്സ് ഹു ആർ ഗോയിങ് ടു കംപ്ലീറ്റ് എബോവ് കോഴ്സ് ഇൻ ദ അക്കാഡമിക് ഇയർ 2024-25 ആർ ഓൾസോ എലിജിബിൾ ടു. 2024-25 അപ്ലൈ ചെയ്യാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്, ഫൈനൽ ഡിഗ്രി ഈസ് അവൈലബിൾ ബൈ 31/8/2025. 31/8/2025 മുന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം, നിങ്ങൾക്ക് ഫൈനൽ ഡിഗ്രി നിങ്ങളുടെ കയ്യിൽ വേണമെന്നുള്ള കാര്യമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വർഷം കംപ്ലീറ്റ് ചെയ്തവർക്കും എന്ത് ചെയ്യാം, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ 31/8/2025 മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കാണണം. ഏജ് ലിമിറ്റ് പറയുന്നത് 28 years ആണ് ഏജ് ലിമിറ്റ് പറയുന്നത്. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന്, എക്സ് സർവീസ് മാൻ അല്ലെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ഏജ് റിലാക്സേഷൻ, ഗവൺമെന്റ് ഓർഡർ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ അവിടെ ആപ്ലിക്കബിൾ ആണ്. അത് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ലെവൽ 10 ഓഫ് പേ മെട്രിക്സ് ആണ്. അതായത് 56,100 പെർ മന്ത് ആണ് സാലറി പറയുന്നത്. പിന്നെ എന്തുണ്ട്, DA, ഈ HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനെയുള്ള അഡീഷണൽ അലവൻസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നീട് സെലക്ഷൻ പ്രോസസ്സ് 2 സ്റ്റെപ്പിലാണ്. അതായത് റിട്ടേൺ ടെസ്റ്റും ഉണ്ട്, ഇന്റർവ്യൂവും ഉണ്ട്. ഓക്കെ, അപ്പൊ റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്കുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. റിട്ടേൺ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 120 മിനിറ്റിന്റെ എക്സാം ആണ്. ഈ PWBD ഫിസിക്കലി വീക്കർ ആൾക്കാർക്കൊക്കെ എന്താണ് ടൈം കോമ്പൻസേഷൻ അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും.
പിന്നീട് എക്സാമിന്റെ പാറ്റേൺ നോക്കാം. പാർട്ട് എയും പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ പറയുന്നത് ഏരിയ ഓർ ഡിസിപ്ലിൻ സ്പെസിഫിക് പാർട്ടാണ്. അതായത് നിങ്ങളുടെ കോർ സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ടാണ് പാർട്ട് എ എന്ന് പറയുന്നത്. കൺസിസ്റ്റ് ഓഫ് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഓഫ് 1 മാർക്ക് ഈച്ച്. ഒരു മാർക്കിന്റെ 80 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിന് നെഗറ്റീവ് മാർക്കിംഗും ഉണ്ട്. 1/3 നെഗറ്റീവ് മാർക്കിംഗും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, PSCയുടെ ഒരു സെയിം പാറ്റേൺ ആണ്. പിന്നീട് പാർട്ട് ബി എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് അല്ലെ എബിലിറ്റി ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. അതിൽ 15 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണും. പക്ഷേ മാർക്ക് എത്രയാണ്? ടോട്ടൽ 20 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല. അപ്പോൾ പാർട്ട് എയും പാർട്ട് ബിയും അടങ്ങുന്ന റിട്ടൺ ടെസ്റ്റ് ആണ് എന്നുള്ളത് ആലോചിക്കുക. പിന്നീട് ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന്, അൺറിസർവ്ഡ് ആയിട്ടുള്ള മറ്റ് റിസർവേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവർക്ക് റിട്ടൺ ടെസ്റ്റിൽ എന്താണ് പാർട്ട് എക്കും പാർട്ട് ബിക്കും എന്ത് വേണം? 50% മാർക്ക് വേണം. 50% ഈച്ച് ഇൻ പാർട്ട് എ ആൻഡ് പാർട്ട് ബി. അതുപോലെ ഇന്റർവ്യൂവിന് എത്ര വേണം? 50 ഔട്ട് ഓഫ് 100 വേണം. 50 ഔട്ട് ഓഫ് 100 വേണം. പക്ഷെ ഇത് രണ്ടും കൂടെ അഗ്രഗേറ്റ് എത്ര മാർക്ക് വേണം? 60% മാർക്കും വേണം. മിനിമം രണ്ടിനും 50% വേണം. പാർട്ട് എക്കും പാർട്ട് ബിക്കും ഇന്റർവ്യൂവിനും 50% വേണം. അഗ്രഗേറ്റ് 60% വേണം എന്നുള്ള കാര്യം ഓർക്കുക. റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് ഇതേ 50% എന്നുള്ളത് 40% ആവും. ഇന്റർവ്യൂവിന്റെ മാർക്കും എത്ര ആവും? 40 ഔട്ട് ഓഫ് 100 ആവും. അഗ്രഗേറ്റ് എത്ര മതി? 50% മതി. ആർക്കാണ്? റിസർവ്ഡ് കാൻഡിഡേറ്റ്സ്. അത് മെയിനായിട്ട് PWD ഉള്ളൂ, ഫിസിക്കലി വീക്കർ ആയിട്ടുള്ളവർക്കേ ഉള്ളൂ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ക്വാളിഫയിങ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ പിന്നീടും കുറച്ച് ഫിൽറ്ററിംഗ് പ്രോസസ് ഉണ്ട്. കാര്യം മാർക്ക് ടൈ ആയി വന്നാൽ മറ്റു പല ക്രൈറ്റീരിയസ് ആയിരിക്കും നോക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഏജും അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാംസിന്റെ മാർക്സും ഒക്കെ നോക്കിയായിരിക്കും നിങ്ങൾക്ക് അവിടെ ബാക്കി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ടൈ വരുന്ന കേസിൽ ആ ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് ആപ്ലിക്കേഷൻ ഫീ ആണ്. ആപ്ലിക്കേഷൻ ഫീ 750 rupees ആണ് ആപ്ലിക്കേഷൻ ഫീ പറയുന്നത്. പക്ഷേ 750 തന്നെ റീഫണ്ട് ചെയ്യും. ആർക്കൊക്കെയാണ്? ഫോർ കാൻഡിഡേറ്റ്സ് ഹു ആർ എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് വുമൺ, SC/ST, PWD, എക്സ് സർവീസ്മാൻ, ഇങ്ങനെ ഉള്ള കാറ്റഗറിയിലുള്ളവർക്ക് 750 rupees റീഫണ്ട് ചെയ്യും. അതുപോലെ തന്നെ 500 rupees ബാക്കിയുള്ളവർക്ക്, മറ്റ് റിസർവേഷൻ ഒന്നും ഇല്ലാത്തവർക്ക് എന്താണ് 500 rupees റീഫണ്ട് ചെയ്ത് തരുകയും ചെയ്യും. അപ്പം ഇൻ എഫക്ട് എത്രയേ ഉള്ളൂ? 250 rupees നമുക്ക് എക്സാം ഫീ ആകുന്നുള്ളൂ എന്നുള്ള കാര്യം ആലോചിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ അല്ലെ ഈ ഒരു ഏജ് ലിമിറ്റിന്റെ അകത്തുള്ളവർ, നിങ്ങൾ ടെക്നിക്കൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ SSC JEE, RRB JEE അല്ലെ കേരള PSC ടെക്നിക്കൽ എക്സാമുകൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്കത് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ കൂടുതലായിരിക്കും. അതല്ല, ആ ഒരു എക്സാം നല്ലപോലെ എഴുതാൻ പറ്റിയാൽ നമുക്ക് എന്താണ് ടെമ്പററി ആണെങ്കിലും ഒരു ജോലി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പല സെന്ററുകളിലായിരിക്കും വരുന്നത്, ISRO ആയിരിക്കും അത് പോസ്റ്റ് ചെയ്യുന്നത്. സ്റ്റിൽ ISRO പോലുള്ളവരടുത്ത് ഒരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ. അപ്പൊ നമുക്ക് അത് ഒരിക്കലും മിസ്സാക്കരുത്. 250 rupees മാത്രമേ എക്സാം ഫീ വരുന്നുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിന്റെ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റുകൾ ഞാൻ പറയാം. ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ 27/5 മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 16/6 ആണ്. ക്ലോസിംഗ് ഡേറ്റ് 16/6 ആണ്. അതിന് മുന്നേ തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ ഒരു എക്സാം ഒന്നും മിസ്സാക്കരുത്. അടുത്ത ലാസ്റ്റ് ഡേറ്റ് ഫോർ പേയ്മെന്റ് ഫീ എന്ന് പറയുന്നത് 18/6 ആണ് ലാസ്റ്റ് ഡേറ്റ്. എക്സാം ഫീ പേയ്മെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഈ സൈറ്റിൽ കയറി നോക്കിയാൽ മതി. ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കുകളൊക്കെ നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർ എത്രയും വേഗം അപ്ലൈ ചെയ്യുക, താമസിക്കരുത്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.